മൂന്നാറും വള്ളക്കാർ വന്ന കാലവും ഭാഗം 1. മേഘങ്ങൾ മലമുകളെ ചുംബിച്ചു നിൽക്കുന്ന ഒരു പുലർച്ചെയായിരുന്നു അത്. സൂര്യൻ പൂർണ്ണമായും ഉദിക്കുന്നതിന് മുൻപ് തന്നെ മൂന്നാറിൻ്റെ കുന്നുകൾ മഞ്ഞുതുള്ളികളിൽ പൊതിഞ്ഞ് നിശബ്ദമായി കിടന്നു. കാറ്റിൻ്റെ സ്വരത്തിനൊപ്പം കാടിൻ്റെ ആഴങ്ങളിൽ നിന്നും പക്ഷികളുടെ വിളികൾ ഉയർന്നു. മനുഷ്യൻ്റെ കൈവശം ഇതുവരെ പൂർണ്ണമായി വീഴാത്ത ഒരു ലോകം. അന്ന് മൂന്നാറായിരുന്നില്ല, അത് മൂന്നാറ് ആരിച്ചേരുന്ന ഭൂമി മാത്രമായിരുന്നു. മുത്തിരപ്പുഴ, നന്ദാർ, കുണ്ടളാർ, മലവരകൾ, കാടുകൾ, വനവാസികൾ, കാട്ടുമൃഗങ്ങൾ, അവരാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. കാടിൻ്റെ മക്കൾ. മലയുടെ ഉള്ളറകളിൽ മുതുവൻ ഗോത്രക്കാർ താമസിച്ചിരുന്നു. അവരുടെ ജീവിതം പ്രകൃതിയോട് ചേർന്നിരുന്നു. മണ്ണ് അവർക്ക് അമ്മയായിരുന്നു, കാട് ദൈവം. അവർക്ക് അതിരുകളില്ല, പട്ടയങ്ങളില്ല, രേഖകളില്ല. പക്ഷേ അവർക്ക് ഈ മലയുടെ ഓരോ ശ്വാസവും അറിയാമായിരുന്നു. മുതുവൻ മൂപ്പനായ കറുപ്പയ്യൻ അന്ന് രാവിലെ പതിവിനേക്കാൾ അസ്വസ്ഥനായിരുന്നു. കാറ്റിൻ്റെ ഗതി മാറിയിരുന്നു. പക്ഷികൾ അസാധാരണമായി ശബ്ദിച്ചിരുന്നു. ഈ മല ഇന്ന് എന്തോ പറയാനുണ്ട്, അവൻ പതുക്കെ പറഞ്ഞു. അജ്ഞാതരുടെ വരവ്. 1877 ഒരു ഉച്ചയായിരുന്നു അത്. മലവഴികളിലൂടെ കുതിരപ്പുറത്ത് കുറേ പേർ മുന്നോട്ട് വന്നു. വെള്ള നിറമുള്ള വസ്ത്രങ്ങൾ, വിചിത്രമായ തൊപ്പികൾ, കയ്യിൽ മാപ്പുകൾ. അവരുടെ മുന്നിൽ നിന്നത് ജോൺ ഡാനിയൽ മൺറോ ആയിരുന്നു. ലുക്ക് അറ്റ് ദിസ് ലാൻഡ്, എൻലെസ് പോസിബിലിറ്റീസ്, അവൻ തൻ്റെ കൂട്ടാളിയോട് പറഞ്ഞു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കണ്ണുകൾ ഈ കാടുകളിലേക്ക് വീണ നിമിഷം അതായിരുന്നു. വെട്ടിമാറ്റപ്പെട്ട നിശബ്ദത. ആദ്യമായി വെട്ടിയത് കാടുകളെയായിരുന്നു. വലിയ മരങ്ങൾ നിലം പതിച്ചു, മണ്ണ് വിറച്ചു. ആദ്യം കാട് കരഞ്ഞു, പിന്നെ മനുഷ്യരും. വനം ഇല്ലാതാകുമ്പോൾ മൃഗങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടു, മുതുവന്മാർക്ക് ജീവിതം നഷ്ടപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് അത് ഡെവലപ്മെൻറ്റ് ആയിരുന്നു. തേയിലയുടെ വിത്തുകൾ. മൺറോ മൂന്നാറിൽ പരീക്ഷണമായി ചില ചെടികൾ നട്ടു. അത് തേയിലയായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ മലകൾ പച്ച പടർന്ന് ക്രമത്തിലായി. സ്വാഭാവികമായ കാട്, കൃത്രിമ തോട്ടം. ഇതോടൊപ്പം മനുഷ്യരെ കൊണ്ടുവന്നു. മലയുടെ പുതിയ അടിമകൾ. തമിഴ്നാട്ടിലെ വരണ്ട ഗ്രാമങ്ങളിൽ നിന്നും 100 കണക്കിന് തൊഴിലാളികളെ മൂന്നാറിലേക്ക് കൊണ്ടുവന്നു. വാഗ്ദാനം: ജോലി, താമസം, ഭക്ഷണം. യാഥാർത്ഥ്യം എന്തെന്നാൽ കഠിനാധ്വാനം, കുറഞ്ഞ കൂലി, അടിമത്തം പോലുള്ള ജീവിതം. ഒരു യുവതി ഉണ്ടായിരുന്നു, മീനാക്ഷി. അവൾ ആദ്യമായി മല കണ്ടപ്പോൾ അവൾ വിചാരിച്ചു, ഇത് സ്വർഗം തന്നെയല്ലേ. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കി, സ്വർഗം എല്ലാവർക്കും ഒരുപോലെയല്ല. വള്ളക്കാരുടെ ബംഗ്ലാവും കറുത്ത ജീവിതങ്ങളും. മലമുകളിലെ വലിയ ബംഗ്ലാവുകളിൽ ചൂടുള്ള ചായ, സംഗീതം, ചിരികൾ. താഴെ തോട്ടങ്ങളിലോ വിയർപ്പ്, രക്തം, നിശബ്ദ നിലവിളികൾ. മൂന്നാർ രണ്ടായി പിളർന്നു. തേയിലയുടെ നിഴലിൽ മനുഷ്യർ. ആദ്യം നമ്മൾ പറഞ്ഞ മീനാക്ഷിയുടെ മൂന്നാർ. മീനാക്ഷി മൂന്നാറിലെത്തിയ ദിവസം അവൾക്ക് 18 വയസ്സായിരുന്നു. തമിഴ്നാട്ടിലെ വരണ്ട ഗ്രാമത്തിൽ നിന്നും കാളവണ്ടിയിലും പിന്നെ കാൽനടയിലും യാത്ര ചെയ്ത് എത്തിയപ്പോൾ അവൾ ആദ്യം കണ്ടത് മലകളായിരുന്നു. ഇവിടെ വെയിലില്ല, ഇവിടെ ദാഹമില്ല, ഇവിടെ ജീവിതമുണ്ടാകും, അവൾ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൾ മനസ്സിലാക്കി, ഈ മലകൾ സുന്ദരമാണ്, പക്ഷേ കരുണയില്ല. തോട്ടത്തിലെ ഒരു ദിവസം. പുലർച്ചെ 4 മണിക്ക് വിസിൽ. മഞ്ഞിനുള്ളിൽ നിൽക്കുന്ന 100 കണക്കിന് മനുഷ്യർ. കയ്യിൽ കൊടുവാൾ, പുറത്ത് ചാക്ക്. തേയില ഇല പറിക്കണം, നിശ്ചിത അളവിൽ. കുറഞ്ഞാൽ ശിക്ഷ, കൂടിയാൽ നന്ദിയില്ല. മീനാക്ഷിയുടെ വിരലുകൾ പിളർന്നു. രക്തം ഇലകളിൽ വീണു. ആ രക്തം തന്നെയാണ് തേയിലയുടെ നിറമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അമ്മയായ മീനാക്ഷി. കാലം കഴിഞ്ഞപ്പോൾ മീനാക്ഷി അമ്മയായി. ആ ആൺകുഞ്ഞ്. ഇവൻ ഈ മലയിൽ അടിമയാകരുതേ, അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ മലക്കാറ്റ് പ്രാർത്ഥനയോടെ കേട്ടില്ല.
കുഞ്ഞിന് പനി പിടിച്ചു. ഡോക്ടർ ദൂരം, മരുന്നില്ല. ഒരു രാത്രിയിൽ മഞ്ഞിനുള്ളിൽ അവളുടെ കുഞ്ഞ് നിശബ്ദമായി മരിച്ചു. അന്ന് മീനാക്ഷി കരഞ്ഞില്ല. അവൾ മൗനമായി പൊട്ടിപ്പോയി. ആദ്യ ചോദ്യം. അടുത്ത ദിവസം തോട്ടത്തിലിറങ്ങിയപ്പോൾ ഒരു വള്ളക്കാരൻ സൂപ്പർവൈസർ അവളോട് കുരച്ചു. വൈ ആർ യു സ്ലോ? അപ്പോൾ മീനാക്ഷി ആദ്യമായി ചോദിച്ചു, സാർ, ഞങ്ങൾ മനുഷ്യരല്ലേ? ആ ചോദ്യം കേട്ട് ചിരി. പക്ഷേ ആ ചോദ്യം കാറ്റിലൂടെ പടർന്നു. തൊഴിലാളികളിലെ കലാപത്തിൻ്റെ വിത്ത്. മീനാക്ഷി ഒറ്റയ്ക്കായിരുന്നില്ല. മറ്റുള്ളവർക്കും കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു. മറ്റുള്ളവർക്കും കൈകൾ പൊട്ടിയിരുന്നു. മറ്റുള്ളവർക്കും സ്വപ്നം നഷ്ടമായിരുന്നു. രാത്രികളിൽ അവർ ഒത്തുകൂടി. കൂലി കൂട്ടണം, വിശ്രമം വേണം, ഡോക്ടർ വേണം. ഇത് മൂന്നാറിലെ ആദ്യ തൊഴിലാളി കലാപമായിരുന്നു. അടിച്ചമർത്തൽ. വള്ളക്കാർ ഭയപ്പെട്ടു. സൈന്യം വന്നു. ചവിട്ടടി, ജയിൽ. ചിലരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. മീനാക്ഷിയെ പിടിച്ചുകൊണ്ടുപോയില്ല. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഇനി ഭയം ഇല്ലായിരുന്നു. മുതുവൻ ഗോത്രത്തിൻ്റെ നിലവിളി. ഇതെല്ലാം മലയുടെ ഉള്ളറകളിൽ നിന്ന് മുതുവൻ ഗോത്രക്കാർ കണ്ടിരുന്നു. മൂപ്പൻ കറുപ്പയ്യൻ പറഞ്ഞു, നമ്മുടെ കാട് പോയി. ഇനി മനുഷ്യരും അടിമകളായി. മുതുവാന്മാർ തുറന്ന സമരത്തിലേക്ക് ഇറങ്ങിയില്ല. അവർ കാടിൻ്റെ വഴി തടഞ്ഞു. വള്ളക്കാരെ മലയുടെ ആഴത്തിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. കാട് അവരുടെ ആയുധമായിരുന്നു. കാട് സംസാരിച്ച രാത്രി. ഒരു രാത്രിയിൽ മലവഴിയിൽ പോയിരുന്ന ഒരു ബ്രിട്ടീഷ് സംഘം വഴിതെറ്റി. കാട് അവരെ വിഴുങ്ങി. അന്നു മുതൽ വള്ളക്കാർ പറഞ്ഞു, ദിസ് ഫോറസ്റ്റ് ഈസ് കോസ്റ്റ്. പക്ഷേ അത് ശാപമല്ല, അത് ചെറുത്തുനിൽപ്പായിരുന്നു. മീനാക്ഷിയുടെ തീ. മീനാക്ഷി ഇനി തേയില മാത്രം പറിക്കുന്ന സ്ത്രീയല്ല. അവൾ വാക്കുകൾ പറിക്കുന്നവളായി. നമ്മൾ അടിമകളല്ല, നമ്മൾ മലയുടെ മക്കളാണ്. അവളുടെ ശബ്ദം മറ്റുള്ളവരിലേക്ക് പടർന്നു. അത് മൂന്നാറിൻ്റെ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. മല എഴുന്നേറ്റ കാലം. ഭയം മാറിയ മൂന്നാർ. മീനാക്ഷിയുടെ വാക്കുകൾ തോട്ടങ്ങളിൽ തീ പിടിപ്പിച്ചു. ഇനി ആളുകൾ തലകുനിഞ്ഞ് നടക്കില്ല. കണ്ണുകൾ നേരെ ഉയർന്നു. വള്ളക്കാർ അത് ശ്രദ്ധിച്ചു. ഡിസിപ്ലിൻ ഈസ് സ്ലിപ്പിംഗ്, ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പക്ഷേ സത്യം അതായിരുന്നു. അടിമകൾ മനുഷ്യരായി മാറുകയായിരുന്നു. വലിയ പോരാട്ടത്തിൻ്റെ തുടക്കം. ഒരു ദിവസം തോട്ടത്തിലെ വിസിൽ മുഴങ്ങിയില്ല. പകരം മനുഷ്യരുടെ ശബ്ദം ഉയർന്നു. ഇന്ന് ഞങ്ങൾ ജോലി ചെയ്യില്ല, കൂലി കൂട്ടണം, മരുന്നും വിശ്രമവും വേണം. നൂറുകൾ, ആയിരങ്ങൾ. മൂന്നാറിൻ്റെ മലകൾ ആദ്യമായി മനുഷ്യരുടെ കൂട്ടശബ്ദം കേട്ടു. ബ്രിട്ടീഷുകാരുടെ ക്രൂരത. സൈന്യം വന്നു. ലാത്തിച്ചാർജ്, രക്തം, മലനീരൊഴുക്കി. പലരും വീണു, ചിലർ മരിച്ചു. മീനാക്ഷിയും അടക്കപ്പെട്ടു. പക്ഷേ അവൾ വീണില്ല. അവൾ നിലത്ത് നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾ വീണാൽ ഈ മല തന്നെ എഴുന്നേറും. കാട് വീണ്ടും ആയുധമായി. ഇതെല്ലാം കാട് കണ്ടു. മുതുവൻ ഗോത്രക്കാർ ഇനി മൗനം പാലിച്ചില്ല. മൂപ്പൻ കറുപ്പയ്യൻ പറഞ്ഞു, ഇനി കാട് നമ്മൾക്കൊപ്പം സംസാരിക്കും. വഴികൾ അടച്ചു. രഹസ്യപാതകൾ മറച്ചു. ഭക്ഷണം എത്തുന്ന വഴി തടഞ്ഞു. വള്ളക്കാർ മൂന്നാറിൽ കുടുങ്ങി. ഈ മല കീഴടങ്ങില്ല. ഒരു രാത്രിയിൽ ബ്രിട്ടീഷ് ഓഫീസർമാർ മലമുകളിലെ ബംഗ്ലാവിൽ ഇരുന്നു. വൈ ഈസ് ദിസ് പ്ലേസ് സോ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ? ഒരാൾ ചോദിച്ചു. മറ്റൊരാൾ പറഞ്ഞു, ബിക്കോസ് ദ ലാൻഡ് ഇറ്റ് സെൽഫ് റെസിസ്റ്റ് ആസ്. അത് സത്യം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ്. 1947. റേഡിയോയിൽ ഒരു വാർത്ത, ഇന്ത്യ ഈസ് ഫ്രീ. മൂന്നാറിൽ ആ വാർത്ത കാറ്റുപോലെ പടർന്നു. തോട്ടങ്ങളിൽ നിന്ന് കണ്ണുനീർ വീണു. ആദ്യമായി ആനന്ദത്തിൻ്റെ കണ്ണീർ. വള്ളക്കാർ പതുക്കെ പോയി. ബംഗ്ലാവുകൾ ശൂന്യമായി. പോകുമ്പോൾ അവർ വിട്ടുപോയത്. വള്ളക്കാർ പോയപ്പോൾ തേയിലത്തോട്ടങ്ങൾ അവശേഷിച്ചു. തൊഴിലാളികളുടെ മുറിവുകൾ അവശേഷിച്ചു. മുറിഞ്ഞ കാടുകൾ അവശേഷിച്ചു. സ്വാതന്ത്ര്യം വേണമെങ്കിലും എല്ലാം സുഖമായില്ലേ? പക്ഷേ ഇനി ഭയം ഇല്ലായിരുന്നു. മൂന്നാറിൻ്റെ പുതിയ ജനനം. മീനാക്ഷിയുടെ മക്കൾ സ്കൂളിലേക്ക് പോയി. തൊഴിലാളികളിൽ സംഘടിതരായി. മൂന്നാർ പതുക്കെ മാറി. ഇത് ഇനി വെറും തോട്ടമല്ല, വെറും ഹിൽ സ്റ്റേഷൻ അല്ല. ഇത് ഓർമ്മകളുള്ള ഭൂമി. മല ഇന്നും സംസാരിക്കുന്നു.
ഇന്ന് മൂന്നാറിൽ സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നു. പക്ഷേ കാറ്റ് ഇപ്പോഴും പറയുന്നു, ഇവിടെ ഒരിക്കൽ കാട് കരഞ്ഞിരുന്നു, ഇവിടെ ഒരിക്കൽ മനുഷ്യർ പോരാടി. മഞ്ഞ് നീങ്ങുമ്പോൾ മലകൾ ചിരിക്കുന്നു, കാരണം ഈ ഭൂമി കീഴടങ്ങിയില്ല. അവസാന വാക്ക്: മൂന്നാർ ഒരു സൗന്ദര്യം മാത്രമല്ല, അത് ഒരു ചിത്രമാണ്, ഒരു പോരാട്ടമാണ്, ഒരു ജീവിതമാണ്.